പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. വിശുദ്ധ ജോൺ ബ്രിട്ടോയുടെ തിരുനാളിന് ഇന്ന് ആരംഭം കുറിച്ചിരിക്കുകയാണ്. രക്തസാക്ഷിയായ ഒരു വിശുദ്ധനെയാണ് നമുക്ക് മധ്യസ്ഥനായി ലഭിച്ചിരിക്കുന്നത്. വിശ്വാസവർഷം ആചരിക്കുന്ന ഈ അവസരത്തിൽ യേശുവിനെ അനുധാവനം ചെയ്യുന്നവർക്ക് പീഡനങ്ങളുടെ കാലമുണ്ടെന്ന് കർത്താവ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അവസാനമായി അവിടുന്ന് സൂചിപ്പിക്കുന്നത് അധർമ്മം വർദ്ധിക്കുമ്പോൾ വിശ്വാസം തണുത്തുപോകും. നമുക്ക് ചുറ്റും തിന്മ വളർന്ന് പന്തലിക്കുമ്പോൾ വിശ്വാസ ജീവിതത്തിന് കോട്ടം വരുമെന്ന് കർത്താവ് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ തിരുനാളാഘോഷം നമ്മുടെ വിശ്വാസ ജീവിതത്തെ കൂടുതൽ ജ്വലിപ്പിക്കുന്നതിനും കൂടുതൽ തീഷ്ണതരമാക്കുന്നതിനുമായിരിക്കണം. ഇന്ന് ആരംഭിക്കുന്ന തിരുനാൾ ഭക്തിപൂർവ്വം സമാപിക്കുമ്പോൾ തിന്മകളെ പരിപൂർണമായി ഉപേക്ഷിക്കുന്നതിനും ഉജ്ജ്വലിക്കുന്ന വിശ്വാസത്തിൻ്റെ ഉടമകളായി സമൂഹത്തിൽ ജീവിക്കുന്നതിനും നമ്മയൊക്കെ അനുഗ്രഹിക്കുന്നതിന് വിശുദ്ധൻ്റെ മാധ്യസ്ഥം നമുക്ക് പ്രാർത്ഥിക്കാം. അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവർക്ക് മാത്രമേ വിജയമുണ്ടാവുകയുള്ളൂ. പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും വേദനകളുമൊക്കെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അവയെ അഭിമുഖീകരിച്ചുകൊണ്ട് അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമ്മെക്കൊണ്ട് സാധിക്കുമ്പോൾ മാത്രമേ വിശ്വാസ ജീവിതം തിളക്കമാർന്നതായി തീരുകയുള്ളൂ. ഇന്നത്തെ ഈ ദിവ്യബലിയിൽ തിരുനാൾ ആരംഭിക്കുന്ന അവസരത്തിൽ നമ്മുടെ സമൂഹത്തിന് വേണ്ടി, തിരുനാൾ ആഘോഷിക്കുന്ന ഏറ്റെടുത്ത് നടത്തുന്ന കുടുംബത്തിന് വേണ്ടി ഒക്കെ നമുക്ക് ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കാം. വിശ്വാസ ജീവിതത്തിൽ കൂടുതൽ ഉറച്ച് ദൃഢമായ വിശ്വാസത്തിൻ്റെ ഉടമകളായി മുന്നോട്ട് പോകുന്നതിന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് ഈ തരുണത്തിൽ പ്രാർത്ഥിക്കാം.